അപ്പൊ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ കാണാനില്ലാത്ത ആളെ നമുക്ക് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അല്ല, ഇതിനു മുമ്പത്തെ വ്ളോഗ് തന്നെയാണ് അർസീനെ കൊണ്ടുവരാൻ പോണ വ്ളോഗ്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ അസറുവിനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല, അപ്പൊ കണ്ടു കിട്ടുന്നവര് നമ്മളടുത്ത് തിരിച്ചേൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മള് വ്ളോഗ് ഇട്ടീനി. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കിത് നമ്മളെ ചെക്കനെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ മകനെ വടങ്ങി വരൂ എന്നൊക്കെ പറഞ്ഞ് ഇമ്മിപ്പൊക്കെ ഉണ്ടായി അവിടെ. അപ്പോൾ ഓർക്ക് ഓരോ മകനെ കിട്ടി, അമ്മക്ക് നമ്മളെ സുഹൃത്തിനും കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അസറോ, ഞാനൊന്ന് ഇറിറ്റേഷൻ ആവുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാരും എന്നോട് കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? സ്റ്റേജിൽ എന്താ പറഞ്ഞത്? ഇപ്പൊ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളാണ് ഇജ്ജ്. എന്താ പറയുള്ളത്? ആ അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ. ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ആ ഒരു ഇൻസിഡന്റ് അവിടെ ഇല്ലെങ്കിൽ എന്റെ ഡബിൾ അതിന് ഞാൻ എന്റെ ഒരു ഇൻസിഡന്റ് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ട് എന്തായി, എനിക്ക് മനസ്സിലായി അങ്ങനെ റിയാക്ട് ചെയ്യണ്ട. അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചടക്കും. അപ്പൊ ഇങ്ങനെ തന്നെ നിക്കാം. എനിക്ക് നല്ല ദേഷ്യം, നല്ല ചെന്നിളകിനി. കാരണം എന്താ വെച്ചാൽ സ്റ്റേജ് പലതും കാണുമ്പോൾ മാത്രല്ല, ഈ നമുക്ക് എന്താ വെച്ചാൽ ഒരു ടെൻഷൻ, ദേഷ്യല്ല, നമുക്കൊരു ടെൻഷന്. ഇപ്പൊ ഇത്രയും ആളുകൾ ഇടയിൽ വന്ന് ഫോട്ടോ എടുക്കുക, ഇത്രയും ആളുകൾ പരിചയപ്പെടുക. ഒരേ ടൈമിന് ഓൾഡ് ഫാമിലിത്തെ ഏകദേശം ഒരു 600-500 ആളെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അപ്പൊ എല്ലാവർക്കും കൈ കൊടുക്കുമ്പോഴും നമുക്ക് ചില ആൾക്കാരൊക്കെ ഓർമ്മയിൽ നിൽക്കും, ചില ആൾക്കാർ നമുക്ക് ഓർമ്മയില്ല. പിന്നെ നമ്മൾ പരിചയപ്പെട്ട് പോകാനാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നിൽക്കുന്നതിന്റെ ഇടയിൽ പിന്നെ എന്താ വെച്ചാൽ ഈ ചെക്കനും പെണ്ണിനും വേറെ പ്രത്യേകത ഉണ്ട്. 3 മണി വരെ ഫുഡ് കഴിക്കാൻ കഴിയൂല. ഞാൻ ഈ ബല് തിന്നും അവലിനെ പറ്റിച്ച് ഈ ബല് നേരെ പോയി കണ്ട് ഫുഡ് കഴിച്ചാണ്. ഞാൻ അതിന്റെ ബാസിലൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല. ഇന്നെ ഞങ്ങളെ ഇവലിങ്ങനെ സ്റ്റേജുമ്പോ കാത്തിക്കണനുസരിച്ചേ ഞാൻ ഇവലെങ്ങനെ അവിടെ ഇതാക്കാം. അല്ല, തീറ്റുന്നുണ്ടേ അമ്മായിമ സൽക്കാരം കിടിലനായിരുന്നു, അടിപൊളിയായി. അല്ല, അവിടേക്ക് എത്രേ ഉള്ളൂ. അപ്പൊ സ്റ്റേജുമ്പോ പറയട്ടെ. സ്റ്റേജുമ്പോ എന്താ എന്താ വെച്ചാല് ഇവർക്ക് നിന്ന് തിരിയാനെന്തില്ല, നേരം കിട്ടില്ല, അങ്ങനെ ക്രൗഡ് കയറണേ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് കുറച്ചേരൊക്കെ ഞങ്ങൾ പിടിച്ചു കേട്ടോ. എനിക്കൊന്നും തന്നെ ഒരു 12:45-1 മണി അനൗൺസ് ചെയ്ത്. പിന്നെ അല്ല, ഞങ്ങൾ തിന്ന് കഴിഞ്ഞ് വന്നിട്ടാണ് അനൗൺസ് ഒക്കെ ചെയ്തത്. അതിലൊരു 1 മണി ആയപ്പോ ഞങ്ങൾ ഇപ്പച്ചെന്ന് വിളിച്ച് ചങ്ങേമാരെ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ പോയി ഫുഡ് കഴിക്കാൻ എല്ലാവരും പോയി കഴിക്കണ്ടാറ്. അതിൽ ഞങ്ങളെല്ലാവരും ഇപ്പച്ചിന്റെ കൂടെ എന്ത് ചെയ്തു, ഞങ്ങളെല്ലാം പോയി. അസറോനെ നമുക്ക് കുറച്ചുകൊണ്ട് കൊണ്ടാ പറഞ്ഞു ഇപ്പച്ചി. ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പോയി കണ്ട് ഫുഡ് കഴിച്ച് ഞങ്ങൾ വന്നപ്പോഴും നിങ്ങളെ സ്റ്റേജുമ്പോൾ പേരും ക്രൗഡാണ്. അതിൽ അനു ആദ്യം പോയി കണ്ട് അനൗൺസ് ചെയ്ത്. അനു പോയി കണ്ട് അനൗൺസ് ചെയ്ത് ഇങ്ങനെ ചെക്കന് ഇത്രയും യാത്ര ചെയ്ത് വന്നാണ്, അപ്പോൾ ഇതൊക്കെ എല്ലാം നിങ്ങൾ ഫുഡ് കഴിക്കാൻ വിടണം എന്നുള്ള രൂപത്തിൽ അനു ആദ്യം അനൗൺസ്മെന്റ് ചെയ്ത്. അനൗൺസ് കഴിഞ്ഞനുസരിച്ച് പിന്നെ ആൾക്കാർ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കുക. അതെന്താ അറിയോ, നമ്മള് ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറൂലെന്ന് വിചാരിച്ചാൽ ഒരു പേടി. കുറെ ആൾക്കാർ പിന്നെയും വന്ന് വേഗം ഫോട്ടോ എടുത്തു. കാരണം ഓൾക്ക് കുറെ ആൾക്കാർ ലോങ് എന്ന് വന്നവരുണ്ട്, ഓൾഡ് ഫാമിലിയിലും കുറെ ലോങ് എന്ന് വന്നവരുണ്ട്. അപ്പൊ ഓരും വേഗം ഫോട്ടോ എടുത്ത് കണ്ട് ഓർക്ക് പോകാലെന്നാല്. അപ്പൊ അതും കൂടി വിചാരിച്ചു വന്നപ്പോ ഞാൻ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്നാ എല്ലാവരും ഫോട്ടോ എടുത്തോട്ടെ, ഞാൻ മാക്സിമം എല്ലാവരും എടുത്തോട്ടെ ഇരുന്നാണ് ഞാൻ അവിടെ തന്നെ ഇരുന്ന്. എന്നിട്ട് ഒരുവിധമൊക്കെ ക്രൗഡ് കഴിഞ്ഞിട്ടാണ് ഈ അനൗൺസ് ചെയ്തത്. ലാസ്റ്റ് നിങ്ങളെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായി ഇത് പിടുത്തമില്ല. കാരണം നമ്മൾ തലേന്നൊന്നും കഴിച്ചിട്ടില്ല, അതെനിക്കറിയാം. ഞങ്ങളന്ന് ട്രെയിനിൽ പോയെന്നുമ്മ നമ്മളൊരു ഷവർമ്മ കഴിച്ചു പെരിന്തൽമണ്ണന്ന് 6-8 പോന്നപ്പോ. തലേന്ന് വൈകുന്നേരം 4 മണി 5 മണിക്ക് ഞങ്ങളൊരു ഷവർമ്മ വന്നു. പിന്നെ ഞങ്ങള് ട്രെയിനിൽ കയറി കൊല്ലത്തെത്തി, അവിടെ റൂമിൽ കടന്നുറങ്ങി. പിന്നെ രാവിലെ നീച്ച് നമ്മളെ ഡ്രസ്സ് ചെയ്യാനും ഇതിനൊക്കെ ആൾക്കാർ വന്ന് ഡ്രസ്സ് ചെയ്ത് നേരെ സ്റ്റേജിക്ക് പോയി. പിറ്റേ ദിവസം അന്ന് 3 മണി നട്സൊക്കെ ഇട്ടാണ്ട് ജ്യൂസ് കുടിച്ചിനിയോ? ഞാൻ അതിന്റെ ഇടയിൽ ഒരു ഡയറ്റ് ഏതോ ഒരു ഇത് കൊണ്ടുവന്നു, 7-Up അങ്ങനെ എന്തോ ഒരു സാധനം അവിടെ നിന്ന് കിട്ടിയിട്ട് കൊണ്ടുവന്നു. അതാണ്ട് കുടിച്ചില് ഒന്നുകൂടി ഗ്യാസ് കയറി. അപ്പൊ അതാണ് സ്റ്റേജ് മൊത്തം അനുഭവങ്ങൾ. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ അന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു. അന്ന് ഞങ്ങളെല്ലാവരും വളരെ വിഷമിപ്പിച്ചുകൊണ്ട് അസർ പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എനിക്കിവിടെ കുറച്ച് തക്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ പോയിക്കോളി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് യാത്ര ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആകെ ക്ഷീണിച്ച് എല്ലാവരും ആ പിടുത്തം വിട്ട്. പക്ഷെ ഞങ്ങൾ പോരേക്ക് ഫുഡൊക്കെ കഴിച്ചപ്പോൾ എല്ലാവരും ഓണായിട്ടോ. പിന്നെ ബസ്സിൽ കുറച്ച് ചാടി കളിച്ചൊക്കെ ചെയ്ത് എല്ലാവരും ഉണ്ടായിരുന്നു, രസമായി. അനുവിനല്ല, അതായത് അനു പറഞ്ഞെന്തരോ, ഇപ്പം നമ്മളൊക്കെ കല്യാണങ്ങൾ കണ്ടില്ല, 5-6 കല്യാണ സെറ്റും കണ്ട് ഈ കണ്ടതിൽ വെച്ചോ കുറേ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, എങ്ങനെയൊക്കെ പരിപാടികൾ നടത്തണം എന്നുള്ളത് ഓനക്ക് ഇപ്പോൾ ഏകദേശം കറക്റ്റ് കിട്ടിയിരിക്കണേ. അത് കിട്ടാനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പരിപാടി വരാനുണ്ട്, അതെ, പരിപാടികൾ ഇനി വരാണ്ട്. അപ്പോൾ ഓന് കറക്റ്റ് പ്ലാൻ കിട്ടിയിരിക്കണം, എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അനു പറഞ്ഞിരിക്കണം, ഞാൻ അങ്ങനെ എന്ത് ചെയ്യുള്ളൂ, എന്തായാലും ചെയ്യുള്ളൂ നോപ്പം തന്നെ പറഞ്ഞിരിക്കണം. പിന്നെ ഇനി വരാനുള്ള ആളുകൾ കല്യാണം ഇനിയിപ്പോൾ ഈ അടുത്ത മാസം കുറച്ചുകൂടി വരാണ്ട് അല്ലേ, സംഭവങ്ങൾ വരാണ്ട്, അറസ്റ്റ് ലീവ് കഴിഞ്ഞ്
നാട്ടിൽ എത്തിക്കണ്. മിക്കിന്റെ പെരപ്പണി അവിടെ തകർന്ന് നടന്നോണ്ടിരിക്കുന്നുണ്ട്, അനുവിന്റെ നടക്കുന്നുണ്ട്. അപ്പൊ വ്യക്തമായി വർക്കിങ്ങിലാണ്. അപ്പൊ എന്താ വെച്ചാൽ അന്വേഷണമൊക്കെ വരുമ്പോൾ പറയണല്ലോ ചെക്കൻ ഫുള്ള് പണി കാര്യങ്ങളൊക്കെ കടയിൽ പോവാണ്. അപ്പൊ അങ്ങനെ നബീൽ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അപ്പം അങ്ങനെ അസുറ അന്ന് ഞങ്ങളോട് എന്ത് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി, ഞാൻ അവിടെ നിൽക്കണം. അതിന് എന്താ വെച്ച് കഴിഞ്ഞാല് സിസ്റ്റം അങ്ങനെയല്ല, പക്ഷെ അവളുടെ വീട്ടില് ചെറിയ മോളാണ് അവള്. അപ്പം ഒന്നാമത് ഈ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ 4 മക്കളിൽ ചെറുതാണ് അവള്. അപ്പൊ താത്തി 2 കാക്കാരും. അപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞ് നേരെ പെരീക്കണ്ട് കൊണ്ടുവരുമ്പോ ഒന്നാമത് അതിനുള്ള വിഷമം അതിനുണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന സംഭവം തന്നെ. അപ്പൊ പോരാത്തതിന് ഓൾഡ് ഇക്കാക്കന്മാരും ഓരുടെ ഇത്താത്തിയൊക്കെ അവിടെ ഉണ്ട്, ദുബായിലാണ്. ദുബായിൽ നിന്ന് ലീവിന് കറക്റ്റ് ഒരു 24-ാം തീയതി 22-ാം തീയതി ഒരു ലീവ് കഴിഞ്ഞ് പോകും. നമ്മള് പരിപാടിക്കായിട്ട് വന്നതാണ്. അപ്പൊ ഓരോറ്റൊന്ന് ഇന്ററാക്ട് ചെയ്യാനും പരിചയപ്പെടാനും ഈ ഒരു ടൈമേ ഉള്ളൂ. നമ്മൾ ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ എന്തായാലും 24-ാം തീയതി ഉള്ളിൽ നമ്മൾ പോകില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകും. പക്ഷെ അതിന്റെ ഇടയിൽ പോകാൻ കഴിയൂലല്ലോ. ഒരു 3 ദിവസം ഇവിടെ നിൽക്കോ, നിന്ന് കഴിഞ്ഞാൽ എല്ലാവരായിട്ടും ഒന്ന് പരിചയപ്പെടും, എല്ലാവരായിട്ടും ഒന്ന് മിങ്കിളാവൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഫാമിലീസിനെ കാണും ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും ഹാപ്പി ആക്കി എല്ലാവരോടും നമ്മൾ സംസാരിച്ച് അവരുടെ ഫാമിലീസിനൊക്കെ കണ്ട് ആലപ്പുഴ പോയി, അവിടെ ഫാമിലി ഉണ്ട്, ഇനി കൊച്ചി പോയി. അതൊക്കെ കഴിഞ്ഞ് നേരെ അവളുടെ ഇക്കാക്കാര് 2 ആൾക്കാരും നമ്മളെ ഇന്നലെ രാത്രി 12 മണിക്ക് വീട്ടിലാക്കി തന്ന് ഓരോട് കുറെ നിൽക്കാൻ പറഞ്ഞ്. പക്ഷെ ഒരു 16-ാം തീയതി ഇങ്ങോട്ട് തന്നെ വരണല്ലോ നമ്മുടെ പരിപാടിക്ക്. അപ്പം ഒരു നേരെ പോയിട്ട് ഇനി എന്താ വെച്ചാൽ ദിവസം കളയാനില്ല, ഇത് കഴിഞ്ഞിട്ട് നാളെ എന്തായാലും അങ്ങോട്ട് പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ. അപ്പം നമ്മൾ വേഗം പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു നേരെ അങ്ങോട്ട് തന്നെ പോയി. പിന്നെ ഇപ്പോൾ വീട്ടിലുണ്ട്. അപ്പൊ പുതിയ വീട്ടിലുണ്ട്. ഇല്ലല്ല, കൊല്ലത്തുനിന്ന് ആലപ്പുഴ കൊച്ചിക്കൊക്കെ അടുത്തടുത്താണോ? എല്ലായിടത്തും അടുത്തടുത്ത് തന്നെ ഒരു 100-150 കിലോമീറ്റർ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. അതെ. അപ്പൊ എങ്ങനെയുണ്ടായി സൽക്കാരങ്ങൾ? എങ്ങനെയുണ്ടായി സൽക്കാരങ്ങൾ? അധികം അസറിന് ഉച്ചക്ക് ഞങ്ങൾ രണ്ടും പുട്ടും ബീഫും തിന്നേനു അസറിന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ അസർ പറഞ്ഞ് പിന്നെ 2-3 ദിവസമായിട്ട് ഭയങ്കര ഫുഡ് കഴിഞ്ഞു, അപ്പൊ ഇന്ന് മുതൽ കൺട്രോൾ ചെയ്യണം പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് ഫുഡ് ഓളുടെ വീട്ടില് പല വിധത്തിലുള്ള ഫുഡുകളുണ്ട്. ഇനി ബിരിയാണി സൽക്കാരപ്രിയരാണ്. നെയ്ച്ചോറ്, പിന്നെ ചിക്കൻ കറി, ബീഫ്, മട്ടന്, ഒരു ദിവസം ഫുള്ള് ഫിഷ്, വെജിറ്റേറിയൻ. പിന്നെ രാവിലെ നീച്ചാൽ മുട്ട പുഴുങ്ങിയത്, നട്ട്സ്, ഹെൽത്തി ഫുഡുകള്. അപ്പൊ നമ്മളെ മരുമകൻ ഹെൽത്ത് നോക്കുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഹുദന്റെ വീട്ടുകാരെന്ത് ചെയ്തു, ഹെൽത്തി ഫുഡുകള്. ഞാൻ കരിമീൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുള്ളത് നോക്കാറ്. അപ്പൊ അത് വീട്ടില് പറഞ്ഞോളൂ. എന്നിട്ട് ആലപ്പുഴ ഓളുടെ ഇക്കാക്ക കല്യാണം കഴിച്ച ആലപ്പുഴ. അപ്പൊ അവിടെ വീട്ടിൽ പോയി അവിടെ ഫുൾ കരിമീൻ പൊള്ളിച്ച് ഒരു പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് തിരിച്ചുകൊണ്ടാണ് നമുക്കൊന്നുകൂടി പോണം. അതൊക്കെ കഴിച്ച് ഇന്നലെ രാത്രി ഇവിടെ എത്തി. സെറ്റായി. എന്നാലും പരിപാടി കരുതിയ പോലെ ആയില്ലല്ലോ. നമ്മള് ചെക്കന്മാര് കാര്യങ്ങളൊക്കെ എല്ലാം പരിപാടി അസർ എന്തേലും ഓരോരുത്തർ ഓരോ പണിയുടെ ഏൽപ്പിച്ച് അത് ഓരോരുത്തർ വൃത്തിയായിട്ട് ചെയ്തു. അപ്പൊ നമ്മള് കരുതിയ പോലെ തന്നെ അല്ലേ. നോർമലി പടക്കം അവിടെ പൊട്ടിച്ചില്ല, മിക്കവാറും ഇവിടെ ഉണ്ടാവും. അവിടെ ഞാൻ പറഞ്ഞിനി അവിടെ അങ്ങനത്തെ പരിപാടികൾ നമ്മൾ ചെയ്യണ്ട. ഒന്ന് ആത്മസംയമനം പാലിക്കണം. ഒന്ന് നമുക്കൊരു സ്റ്റാൻഡേർഡ് ആവാന്ന് ഞാൻ പറഞ്ഞിനി. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവാൻ ചാൻസ് ഞാൻ കാണുന്നില്ല. അവിടെ നിന്നൊക്കെ ഇവിടെ തീരുന്ന തോന്നുന്നു. അല്ല, പിന്നെ ബാസിലിന് ഒരു ഒതുക്കുണ്ടാവും എനിക്കറിയാം. കാരണം ബാസിലിന്റെ പരിപാടി വരാണ്ട് ഞാൻ 10 വന്ന്. എല്ലാരും പറയണ്ട് പഴയ അസുറു പോയി മറന്നുപോയി, പഴയ അസുറു മാഞ്ഞു പോയി എന്നൊക്കെ പറയണ്ട്. ഒരിക്കലും ബാസിലെ കല്യാണത്തിനും അടുത്ത കല്യാണങ്ങളിലും കാണാം. സ്വന്തം കല്യാണം വരുമ്പോ എല്ലാരും വേറൊരാളാവും. അതായത് നമ്മൾ ഒരു പൊടിക്ക് താവണം. അത് സ്വന്തം കല്യാണം അങ്ങനെയാണ്. വേറെല്ലാവുമ്പോ നമുക്ക് ഒന്നും ചിന്തിക്കാണ്ട് നമ്മള് ഫ്രീ ആയി നിൽക്കുകയാണ്, പറന്ന് കളിക്കാൻ നമുക്ക് അല്ലേ. വേറെല്ലാവുമ്പോ അപ്പം ഇങ്ങനെയൊക്കെയാണ് അസുറിന്റെ കല്യാണ വിശേഷങ്ങൾ. എന്നെ സംബന്ധിച്ചിട്ടോ അതെ അന്ന് ഇജ് ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ഫുള്ള് അന്ന് എന്റെ പരിപാടിക്ക് ചെയ്തത്. എന്നിട്ടും ഇജ് കൺട്രോൾ ചെയ്ത് നിന്ന്. അല്ല, അതിലും സംഭവിച്ച് ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇവര് ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ടും എനിക്ക് ആകെ എന്തൊക്കെയോ ഒരു ടെൻഷനുകളും കാര്യങ്ങളും ഉണ്ട്. അത് വിചാരിച്ച് ഞാൻ താവൂല. എന്റെ പരിപാടിക്ക് ഇതിന്റെ എക്സ്ട്രീം പരിപാടികൾ ഉണ്ടാവും. എന്റെ പരിപാടിക്ക് മറ്റേത് അറേഞ്ച് ചെയ്യണം, ഫോം പാർട്ടി. അതൊക്കെ തെറിപ്പിച്ചോണ്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ട്, ഒരു വലിയൊരു ഡ്രമ്മിന്റെ ഉള്ളിൽ പതൊന്നായിട്ട്. സാധാരണ ഇത് തലേന്നുണ്ടാവുക. ഇത് സ്റ്റേജ് നല്ല ഡ്രസ്. അപ്പൊ ഇതൊക്കെയാണ് അസറുവിന്റെ കല്യാണ വിശേഷങ്ങൾ. അപ്പൊ ഹാപ്പിയാണ്, എല്ലാ കാര്യങ്ങളും സെറ്റായി. പുതിയ വീട്ടിലുണ്ട്. അപ്പൊ നമുക്ക് സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ നമുക്ക് പുതിയണ്ണിനെ എവിടുന്നേലും കൂട്ടാൻ പറ്റും നമുക്ക് നോക്കാം. കാരണം പുതിയണ്ണ് ഇന്നലെ വീട്ടിൽ എത്തിയിട്ടുള്ളൂ, യാത്ര ചെയ്ത് ടയർഡൊക്കെ കഴിഞ്ഞാണ്ട് വന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് പുറത്തിറങ്ങാണ് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇനി പുതിയണ്ണിനെ നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ കുറെ ആൾക്കാർ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു പുതിയണ്ണിനെ കൂട്ടി വീഡിയോ ഒക്കെ പറഞ്ഞു. സൗണ്ട് കേൾക്കൂല, അങ്ങനെ ഒരു കാര്യം കേട്ടോ. അതായത് ഓള് തൊള്ളേ തുറക്കൂല.
ചെറിയ സൗണ്ടാണ് ഓള് പറയണ ഇവിടുന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കേൾക്കൂല, അങ്ങനത്തെ സൗണ്ടാണ്. അപ്പോ ഇപ്പോഴും ആദ്യം അങ്ങനെയൊക്കെ തന്നെയാ, അവിടുന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കൂല. ഇനി ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പാലക്കര കേൾക്കും. ആ മോക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ, ഇങ്ങോട്ട് ബാസിലിനും ഒച്ച കൂടുതലാണ്, നെസ്സക്കും അതേപോലെ ഉറക്കെ പറയണെന്ന്. അതായത് ആനനെ മെരുക്കാനാണ് പാപ്പാന്, അപ്പൊ ബാസിലിനെ മെരുക്കാൻ നെസ്സു എന്ത് ചെയ്തു, ബാസിലിന്റെ ഒരു സ്റ്റൈലിലേക്കാണ് മാറി അല്ലേ? അല്ലെങ്കിൽ നടക്കൂല, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മെരുക്കാൻ കഴിയില്ല ബാസിലിനെ. ബാസിൽക്ക് നോർമലായിട്ട് സംസാരിക്കണത് അറിഞ്ഞുകൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ സൗണ്ട് വിടാൻ ബാസിലിന്റെ നോർമൽ സൗണ്ട് തന്നെ എങ്ങനെ വെച്ചാൽ പണ്ട് നമുക്ക് ചൈനന്റെ ഒരു G5 പറഞ്ഞ ഫോണൊക്കെ ഉണ്ടായിരുന്നു, 10 സ്പീക്കർ വരുന്നത്, അങ്ങനത്തെ ഒരു ഒച്ചയാണ് ബാസിലിന്റെ നോർമൽ സൗണ്ട്. ബാസിൽക്ക് സംസാരിക്കണതന്നെ ചൂടാണോ ഇരിക്കണേ, അതാണ് പ്രശ്നം. എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഇത്രയും നല്ലൊരു വൈഫിനും കിട്ടി, ഇത്രയും നല്ലൊരു ഉമ്മാനും ഇപ്പാനൊക്കെ കിട്ടിയിട്ട് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? അതാണ് ഏറ്റവും വലിയ ടെൻഷൻ അല്ലേ ഐഷു? കാശികാക്കു എങ്ങനെയാണ്? കാശികാക്കു ഒച്ച ഉണ്ടാക്കലുണ്ടോ? കാശികാക്കു എങ്ങനെയാണ്? നല്ല കുട്ടിയാണോ? ബാസിക്കാക്ക നല്ല കുട്ടിയാ? കാശിക പാവാണോ? കുറവായിക്കണോ? പോയോക്ക. നല്ല മഴയാണ്, അപ്പൊ നമ്മൾ ഏതായാലും പോയോക്കട്ടെ. അപ്പൊ പുതിയനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്യട്ടോ, കാണാം. അപ്പോ വരവറിയിച്ചുകൊണ്ട് നമ്മുടെ പുതിയണ്ണ് ഇന്ന് ചില കാര്യങ്ങൾ വീട്ടിൽ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രതീക്ഷ തെറ്റിച്ചില്ല. കൊല്ലത്ത് നിന്നും നിലമ്പൂരിലേക്ക് വണ്ടി കയറി വന്നുകൊണ്ട് നമ്മുടെ പുതിയണ്ണ് ഇന്ന് അസറുവിന്റെ വല്യമ്മാനോട് ഒരു വലിയ കാര്യം ചോദിച്ചു. അസറോ അത് പറഞ്ഞോടത്ത് എന്താണ്ടായത്? വെല്ലിമ വെറ്റിലെന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാൻ എന്തൊക്കെയാ? ഒന്ന് പുകലന്റെ ചെറിയൊരു പൊട്ട്, 100 ഉണ്ടാവും, ലൈമ് ഉണ്ടാവും. 100 പറഞ്ഞ ലൈമാട്ടോ, ചുണ്ണാമ്പ്. അപ്പൊ ഈ അടക്ക വെല്ലിമ പൊളിച്ചോണ്ടിരിക്കാണ്. ഇവിടെ രാവിലെ എന്ത് ചെയ്തിക്കണേ, എന്താണ് നീച്ചിക്കണേ, ഒരു 8 മണി 7 മണിയൊക്കെ ആയപ്പോ നീച്ചാണ്ട് അടുക്കളയിൽ പോയി. 7 മണി ഓക്കെ. അപ്പൊ ആ ടൈമിന് നീച്ചാണ്ട് അടുക്കളയിൽ പോയപ്പോ വെല്ലിമ അടക്ക ചെത്തണ്, എന്തിന് വെറ്റിലെന്റെ കൂടെ കൂട്ടാൻ. അപ്പൊ അടക്ക ഓള് ആദ്യമായിട്ടാ കാണുന്നത്. അപ്പൊ എന്നിട്ട് പറഞ്ഞൊക്കെ വെല്ലിമാനോട്, ഇതെന്താ തേങ്ങന്റെ ചെറുതാണോ? തേങ്ങന്റെ ചെറുതേ. എന്നിട്ടേ അതെന്തുകൊണ്ടാ പറഞ്ഞതെന്നുള്ള കാരണം ചോദിച്ചപ്പോ പറയാ, തേങ്ങന്റെ ചകിരി പോലെയാണ് അടക്ക പൊളിച്ചപ്പോ കണ്ടത്. അപ്പൊ ചകിരി പോലെ കണ്ടപ്പോ ഞാൻ തേങ്ങ സുഹൃത്തുക്കളെ കവുങ്ങ് ഉണ്ട്. അതായത് നമ്മളിപ്പോ വരുന്ന വൈക്കലി പറഞ്ഞെന്താ വെച്ചാല് അപ്പൊ അതില് ഈ സാധനം എവിടുന്ന കിട്ടണമെന്നൊക്കെ ചോദിച്ചപ്പോ വല്യമ്മ അങ്ങനെ ചോദിച്ചു പറഞ്ഞല്ലേ, കവുങ്ങ് കണ്ടിട്ടില്ല ചോദിച്ചു പറഞ്ഞു. അപ്പൊ കവുങ്ങ് കണ്ടിട്ടില്ല പറഞ്ഞല്ലോ. അപ്പൊ കവുങ്ങ് കാണിച്ചു കൊടുത്തു പറഞ്ഞു. അപ്പൊ ചോദിച്ചല്ലോ, ഇത് തെങ്ങ് മെലിഞ്ഞതാണോ? ഇത് നമ്മളുണ്ടാക്കി പറയല്ലോ കേട്ടോ, സംഭവം ഇല്ല തന്നെയാണ്. അപ്പൊ എന്താ വെച്ചാല് ഓരോട് അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്. അപ്പൊ ഓരോ നാട്ടിൽ എന്തില്ലല്ലോ, കവുങ്ങില്ലല്ലോ. ഉണ്ടാവും, ചിലപ്പോ കണ്ടിട്ടുണ്ടാവൂലേ? കൊല്ലംകാരുണ്ടെങ്കിൽ പറയട്ടോ. ഇപ്പോഴും പറഞ്ഞാട്ടെ ഞങ്ങളോട് അവിടെ കവുങ്ങില്ലാതെ. ചിലപ്പോ നമ്മളെ മാതിരി ഇതേമാതിരി സുലഭമായിട്ട് കാണാൻ കിട്ടുന്നുണ്ടാവില്ല. അതേപോലെ ഓല നാട്ടിൽ ക്യാഷ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മളവിടെ എന്താണ്, നമ്മക്ക് ഇതേമാതിരി തെങ്ങും കവുങ്ങും ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമ്മളെ എല്ലാ തോടൂലും പറമ്പിലും ഒക്കെ എല്ലാവരും അതും ഉണ്ടാവും. പക്ഷെ ഓരോ നാട്ടില് അത് ഇല്ലാത്തോണ്ടാവും. കാശുവിന്റെ മരം അറിയില്ല? കാശുവിന്റെ മരോ ആണോ? അത് കാണിച്ചെടുക്കണോ? അപ്പോ വരവറിയിച്ചു. ആദ്യത്തെ ദിവസം തന്നെ വല്യമ്മാനോട് പോയിക്കാണ്ട് ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ നോക്കിയാണ്, കംപ്രസ് ആയി പോയി. ഇനിയിപ്പോ അടുത്ത എന്തൊക്കെയാ, അടുത്ത കോമഡികൾ വരാണ്ട്, ഇഷ്ടംപോലെ വരാണ്ട്. കാരണം എന്താ വെച്ചാല് നാടും നാട്ടിൻപുറം വലിയൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊറേ സാറില്ല ആകെ ശീലാവും. അങ്ങനെ നിക്കുമ്പോ തന്നെയാണ് ഇങ്ങനത്തെ ഡൗട്ടുകളൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കി ക്ലിയർ ആക്കണം. അതുകൊണ്ട് ഇഞ്ഞോളെ തെറ്റിക്കൂല, അത് മനസ്സിലായി. അപ്പൊ ഇവർക്ക് നമ്മളെ തെറ്റിക്കോ? അപ്പൊ നമ്മളെന്താ വെച്ചാൽ നമ്മളെ
പിന്നെ പുതിയണ്ണിന് നമ്മളൊരു സംഭവം ഇന്ന് പറഞ്ഞു കൊടുത്തിക്കണേ. ഇവര് ഇപ്പൊ ഇവരൊക്കെ നശ്വാവട്ടെ, ഇവളാവട്ടെ, ഇനി ഇഫ്രാവട്ടെ, നെജ്മാവട്ടെ, പിന്നെ ലിയോന്റെ മഞ്ചേരിയാണ്. പക്ഷെ ഇവരൊക്കെ ഇപ്പൊ ഇത്രയും പറഞ്ഞ ആൾക്കാർ നിലമ്പൂരിന് ചുറ്റിപ്പറ്റിക്കുന്ന ആൾക്കാരാണ്. ഇവരാരും ശരിക്കും എന്ത് മനസ്സിലാക്കിയിട്ടില്ല, നിലമ്പൂർ എന്താന്ന് ഇവരാരും എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പം ഇവരൊക്കെ കൂടെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ദിവസം ഒരു നിലമ്പൂർ, അതായത് നിലമ്പൂരിന്റെ ഹൃദയം തൊട്ടറിയാണ്. അതാണ് ട്രിപ്പിന്റെ പേര്. പെർ ഹെഡ് ഞങ്ങൾക്ക് ഒരു 2500 വെച്ച് ഞങ്ങൾക്ക് തരാം, ചായയും എണ്ണയും. അതായത് ഒരു 1 ഡേ ട്രിപ്പ് നിങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, നിലമ്പൂരിന്റെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളായിട്ടുള്ള ഏതൊക്കെ നിലമ്പൂരത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ അറിയാം? ഹുദൊക്കെ അറിയാം, ഏതൊക്കെ അറിയാം? ഈ പറയല്ലേ, ഹുദ പറയാം. എനിക്കിപ്പോ കൊറേ മനസ്സിലാവും. ആ അറിയണൊക്കെ പറഞ്ഞ ഓക്കെ. അത് നമ്മളെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഓക്കെ, കാനോലി പ്ലോട്ട്, തേക്ക് മ്യൂസിയം, കക്കാടംപൊയില്. അത്ര റെഡി കിട്ടൂല. നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ എന്തേലും അറിയോ? നെടുങ്കയം കൂടി എനിക്കറിയുള്ളൂ. അത് നെടുങ്കയം ഇനി ഉണ്ടാവും, അറിയില്ല. അപ്പൊ സറോ, അപ്പം ഇവർക്ക് അറിയണ 4 സ്പോട്ടാണ് ഒരു പറഞ്ഞു. അതിക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മളെ പരിസര പ്രദേശത്ത് ഒന്ന് ആട്യംപാറ ഉണ്ട്. ആട്യംപാറ ഞാൻ പോയതാ. ആട്യംപാറ ഞാൻ പോയതാ എന്ന് എന്റെ ഒരു കസിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും കൂടി. ആട്യംപാറ, പിന്നെ കുരിശുമല നമ്മളിപ്പത്തെ വീടിന്റെ തൊട്ടടുത്താണ്. ഒക്കെ നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് കുരിശുമല. പിന്നെ നമുക്ക് കോഴിപ്പാറ, കോഴിക്കോട് അല്ല കോഴിപ്പാറ ഇവിടെ വരുന്നത് വെള്ളച്ചാട്ടല്ലേ? കോഴിപ്പാറ വെള്ളച്ചാട്ടം കക്കാടംപൊയിലല്ലേ വരുന്നത്? നാടുകാണി ചുരം. നാടുകാണി, അതായത് നമ്മളൊക്കെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് നാടുകാണി ചുരം. നമ്മളൊക്കെ ചായ കുടിക്കാൻ പോകുന്ന സ്ഥലം ഉണ്ട് അവിടെ. അതായത് നാടുകാണി ആ ടോപ്പിലുള്ള സ്ഥലം തന്നെ. നിലമ്പൂരില്ല ഈ ഒരു ഏരിയയിൽ എല്ലാവരും വെറുതെ ചെക്കന്മാരൊക്കെ അവിടെ പോയി ചായ കുടിച്ചു തരണം, അങ്ങനെ പോകുന്ന സ്ഥലമുണ്ട്. അപ്പൊ ആ ഒരു സ്ഥലം എവിടേക്ക് ഏതാണ്? ഇല്ല, അതൊക്കെ ആൾക്കാർ കേറി അലമ്പാക്കിങ്ങാണ്ട് അവിടുത്തെ നാട്ടുകാരും ഫോറസ്റ്റുകാരൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ. ഇതാണ് പറയണത് അസറോ, നമ്മളെ നാട്ടുകാരിന്ന് പറഞ്ഞ മേലെ കയറി പോയിട്ടേ എന്തെങ്കിലും സ്പോട്ടിന്റെ പേര് കാടമുട്ടൊക്കെ കൊടുക്കണതല്ലോ. കുറച്ചുകൊണ്ട് മേലക്കട് കയറി പോയിട്ട് സ്ഥലപ്പേര് ഇട്ടുള്ളല്ലോ. നീലഗിരിയാണോ? അല്ല, നീലഗിരിന്റെ ഭാഗത്തന്നെയാണ് അതൊക്കെ. പക്ഷെ അവിടേക്കൊരു സ്ഥലപ്പേരുണ്ടായില്ല, എല്ലാവരും പോയി ഇങ്ങാണ്ടൊരു പേരുണ്ടായില്ല. അവിടെ ഒരു മെയിൻ ഫോട്ടോ സ്പോട്ട് ആ സ്ഥലത്തെ. അപ്പൊ അവിടുത്തെ നാട്ടുകാരും തമിഴ്മാര് നാട്ടുകാരും അതേമാതിരി പോലീസുകാർക്ക് ഭയങ്കര പ്രശ്നമാണ്. ഫോറസ്റ്റുകാര് ഒന്നാമത് ആന ഇറങ്ങണൊക്കെ സ്ഥലമാണ്. ബന്ദിപ്പൂർ എന്നല്ല, അവിടേക്കൊന്നും എത്തണ്ട, ഇവിടെ തന്നെ നമ്മളെ നാട്ടണിന്ന് ഉള്ളിൽ കയറിയിട്ട് സ്ഥലം ഹട്ടി. അപ്പൊ ഹട്ടിമല. അപ്പൊ എന്താണ്, അത് ആൾക്കാർ കയറി അലമ്പാക്കിയിട്ട് ഓല് അവിടെ നിർത്തിച്ചു. ഭയങ്കര സീനായിക്കാണ്ട് ഓല് നിർത്തി. രാവിലെ കോളേജും കൊണ്ട് പോയി ഷൂട്ട് ചെയ്തത്. പണ്ട് ഞാൻ പോയില്ലേനോ ആ സ്ഥലം. പക്ഷെ അന്നൊന്നും കുഴപ്പമില്ല, അധികാരം പോകാത്ത ടൈമേന്. പക്ഷെ ഇപ്പൊ ആൾക്കാർ കയറി ആകെ കച്ചറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് അവിടെ പോകാൻ പറ്റുമല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ദിവസം ഇവർക്ക് വേണ്ടിയാണ്ട് നമ്മൾ കൊടുക്കണം കേട്ടോ. അതായത് നിലമ്പൂരിനെ ഇവര് മനസ്സിലാക്കണം. നിലമ്പൂർ എന്ന് പറഞ്ഞ ഒരുപാട് അതെ കനോലി പ്ലോട്ട് ഉണ്ട്. അതെങ്ങനെ അറിയാം ആർക്കെങ്കിലും? കേട്ടിക്കണോ? കനോലി സായിപ്പാണ്. എത്രയോ എണ്ണം തേക്കൊക്കെ അവിടെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇപ്പൊ നമ്മളെ കാണുന്ന ലെവൽക്കൊക്കെ അവിടെ ആക്കിയെടുത്ത് മൂപ്പര് ഒരു ഇതേനി. അത് ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുണ്ട്. അതൊക്കെ പറയുകയാണെങ്കിൽ കുറെ ചരിത്രം വരണം. പിന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നമ്മളെ നാടിന് കുറെ ബന്ധങ്ങളുണ്ട്. ഇവിടെ മഞ്ചേരി വരെ അല്ലേ? അത് ഇവിടെ നാട്ടില്ല കേട്ടോ, പൂക്കോട്ടൂരൊക്കെ. ആരും വിളിക്കണടി? ഹലോ, അങ്ങോട്ട് വേണ്ട. അനു, ഹലോ, നമ്മള് ഓൺ ദ വേടാ. വരും. മറ്റേ എടുക്കണ്ടേ ഇജ്ജ് പറഞ്ഞ സാധനം? ഡ്രസ് ചെന്ന് പറഞ്ഞില്ലേ? ആണോ? അപ്പൊ എന്ത് ചെയ്യാ? വാട്ട് വീടു? ഓക്കെ, അവിടെ എത്തുമ്പോൾ വിളിക്കാം. ഓക്കെ, അതിനോട് അല്ല, നമ്മളെവിടെ എത്തിയെന്ന്, അവിടെ എത്തുമ്പോൾ വിളിക്കുന്നു എത്താനാവുമ്പോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് അത് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ ഇവർക്ക്. പിന്നെ ഒരു ദിവസം 1 ഡേ ട്രിപ്പ് ഇവരും കൊണ്ട് നമ്മള് നിലമ്പൂരിന്റെ ഹൃദയം തൊട്ടറിയാൻ വേണ്ടിട്ട് ചാലിയാർ പുഴ അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും. കരിമ്പുഴ, ഇങ്ങനെ തുടങ്ങിയ പുഴകളായ പുഴകൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും, ഇവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ആക്കണ്ടേ. ദിവസം നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ സമയം അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് തരും കേട്ടോ. കാരണം നിലമ്പൂർ എന്താണെന്നുള്ള നിങ്ങൾ അറിയണം.
ഒരുപാട് ചരിത്രം ഉറങ്ങി കിടക്കണ മണ്ണാണ് നിലമ്പൂര്. അതെ. ഒരു പുസ്തകം തരും, നിലമ്പൂരിന്റെ ചരിത്രത്തെ കുറിച്ചുള്ള ഒരു പുസ്തകം തരും. അത് നമ്മളറിയുന്ന ഒരാൾ എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകം നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ടേ, തരണ്ടേ. എന്നിട്ട് നിങ്ങൾ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ബുക്ക് കൊടുക്കും. അത് വായിച്ചാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിലമ്പൂരിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളെ അസറുവിന്റെ പുതിയ വീട്ടിലേക്കുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നേ അല്ലേ? അസറു എല്ലാം കിട്ടിയില്ലേ? എല്ലാം കിട്ടി. ഹാപ്പി. അപ്പൊ നമ്മള് കിട്ടിയെന്ന് മാത്രല്ല, എല്ലാത്തിനും നല്ല കിടിലൻ ഓഫറോട് കൂടിയിട്ടാണ് കിട്ടി. നല്ല ബെസ്റ്റ് പ്രൈസിൽ കിട്ടി. അപ്പൊ നമ്മള് മൈജിയിൽ വന്നിട്ടാണ് സാധനമൊക്കെ എടുത്തിരുന്നത്. അപ്പൊ അതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണേ, വീട്ടിക്ക് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹുദേ, എങ്ങനെ ഉണ്ടായി കല്യാണ അനുഭവങ്ങൾ? എന്തൊക്കെയുണ്ടായിനി? എങ്ങനെ ഉണ്ടായിനി സ്റ്റേജിൽ വന്നിട്ട്? അത് പറഞ്ഞാണി. അതാണ് എനിക്ക് എല്ലാവരും കേൾക്കണ്ടേ. ഞാൻ സ്റ്റേജിൽ വന്നുകൊണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോ എല്ലാരും ഇങ്ങനെ പറയേ. നിങ്ങളൊക്കെ നിന്നപ്പോ എങ്ങനെ ഉണ്ടായി? ഞാൻ പറഞ്ഞാണി. എനിക്കൊന്നും ഓർമ്മയില്ല, സ്റ്റേജിലത്തെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. കല്യാണത്തിന്റെ ഒരു സീൻ ഓർമ്മയില്ല, ഒരു ബ്ലാങ്ക് അല്ലേ മൊത്തത്തില്. അതന്നെയാണ് ഞാൻ എന്താ പറഞ്ഞത്. ഇവൻ നല്ല തുറന്ന് സംഭവിച്ചിട്ടോ. ഓൻ പറഞ്ഞതൊക്കെ ഞാൻ വേറെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇതിന്റെ ഫ്രണ്ടിലുണ്ടത്. അതായത് നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിലാണ് ആ സമയത്ത് പോവാ അല്ലെ. പിന്നെ ഇവര് ഫുഡ് കഴിച്ചതും അസറുദ്ദീൻ ഫുഡ് കഴിച്ചത് തന്നെ നമ്മള് നേരത്തെ പറഞ്ഞു 2:30 മണിയൊക്കെയാണ്. അത് ഒപ്പം പോയാ ഫുഡ് കഴിച്ചേ. നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോ മൈൻഡ് ചെയ്തിരുന്നു. രാത്രി വീട്ടില് ഇവിടെ വന്നിട്ട് മുമ്പ് എനിക്ക് ഫുഡ് തരുന്നേ. ഒരു ജ്യൂസും കൂടി തന്നില്ല. അന്ന് പോന്നോ നിങ്ങള് ഒറ്റക്ക് പോയിക്കണ്ട തിന്നിക്ക. ആരും കൊണ്ടുപോയില്ല. എടി അർഷും നജ്മിജും ഞാനും ഒരു ടേബിളും വരുന്നുണ്ടല്ലോ നീ എറണാകുളത്ത്. നമ്മളെ പരിപാടിക്കോ? കല്യാണത്തിനോ? നമ്മളന്ന് കഴിഞ്ഞ കല്യാണം. സുഹൃത്തുക്കളെ ഒന്ന് ആലോചിക്കുക. അന്നത്തെ കാര്യമാണ് ഇപ്പൊ ആലോചിച്ചിട്ട് പറയണത്. നമ്മക്കൊന്നും ഓർമ്മയേ അല്ല. മുർഷി സാറാ ബിരിയാണി കൊണ്ടുവന്നത്. ആണോ? ആണ്, രാത്രി. അല്ലെന്നിട്ട് എന്നോട് ചോദിച്ചില്ലല്ലോ ഫുഡ് കഴിക്കണ്ട. അപ്പൊ എന്താ പറഞ്ഞത്, ഇപ്പൊ കഴിക്കണ്ടെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു? ഒന്നും ചോദിച്ചിട്ടില്ല. എന്റെ ഓർമ്മയിൽ അങ്ങനെയൊക്കെയാണ്. കാറ്ററിംഗിലെ ചങ്ങായി ചോദിച്ചത് ഫുഡ് വേണം. ജ്യൂസ് വരെ കൊണ്ടുവന്നു. ജ്യൂസും കുടിച്ചില്ല. മോശമായിട്ട് അല്ലടാ, ഞാന് നല്ലൊരു പെൺകുട്ടീനെ പഠിച്ചോ എനിക്ക് അനുഗ്രഹിച്ച് തന്നിട്ട് കല്യാണം കഴിക്കണം. അതും അത്രയും നല്ലൊരു മുഹൂർത്തത്തില് ഇജോളോ ഒഴിവായിക്കണ്ട ഒറ്റക്ക് ഫുഡ് കഴിക്കാൻ പോയെന്ന് പറയുമ്പോ. അതും ഫുഡ് എന്ന് പറഞ്ഞാലാണ് ചാകണ്ട നശ്വനെ പോലത്തെ ഒരു കുട്ടീനാണ് ഫുഡ് കഴിക്കാൻ പോകണ്ടോ. ഞാൻ ഫുഡ് കഴിച്ചിക്കണോന്ന് ഞാനൊരു കാര്യം പറയട്ടെ. മകളെ എവിടെ ശ്രദ്ധിക്കും. നല്ലോണം ഫുഡ് കഴിച്ചിക്കണോന്ന്. കല്യാണം പറ്റിന്നോ? നമ്മള് താഴത്ത് പോയി ഓളത് അണ്ടർഗ്രൗണ്ടിൽ എനിക്ക് ഓർമ്മല്ലേ? ഓള് ഫുഡിന്റെ ഏരിയ അണ്ടർഗ്രൗണ്ടിൽ. നമ്മള് താഴത്ത് നിന്ന് നമ്മൾ ഒരുമിച്ചാ പോയി ഫുഡ് കഴിച്ചത്. എനിക്ക് ഓർമ്മ ഉണ്ടത്. ഓ, അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. വാൾപേപ്പർ ശ്രദ്ധിക്കൂ ഗൈസ്. കല്യാണം കഴിഞ്ഞു, വാൾപേപ്പർ ശ്രദ്ധിക്കൂ. കല്യാണം കഴിഞ്ഞ 4 ദിവസം ഇങ്ങനെ വെക്കാലോ നമുക്ക്. 4 ദിവസം വെക്കാം. അല്ല 4 ദിവസം അല്ല, എത്ര ദിവസം വെക്കാം. എത്ര ദിവസം വെക്കാം. അതില് നമ്മള് തൽക്കാലം ഇത് കഴിഞ്ഞാൽ നമ്മള് ചെക്കൻ വരും ഇതില്. നെയ്മർ ജൂനിയർ എന്റെ ക്രിസ്ത്യാനോ. അപ്പൊ ഇപ്പോൾ ഇങ്ങോട്ട് നടക്കുന്നുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനോ പോയി കെട്ടിക്കൊള്ളി എന്നൊക്കെ പറയും. നമ്മള് ഇത് അങ്ങനെയല്ല. അതായത് കാണുമ്പോ ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ വരാൻ. മനസ്സിലായോ? രാവിലെ നമ്മള് ഫോൺ എടുക്കുമ്പോ തന്നെ കാണുമ്പോ നമുക്കൊരു ഇൻസ്പിറേഷൻ. അന്നൊക്കെ രാവിലെ കണ്ടുകഴിഞ്ഞാല് അപ്പം മുട്ടക്കറി നിന്നാന്നോ? അതല്ല, ഞാൻ പറയട്ടെ നിങ്ങളെ നമ്മള് ഡെയിലി ഡയറക്റ്റ് കാണുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. പ്ലസ് അതിന്റെ കൂടെ നമുക്ക് കിട്ടുന്ന എനർജിയാണ് എന്ത്, ഇവരൊക്കെ കാണുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഓലൊക്കെ ലൈഫ് അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന പോസിറ്റീവ് എനർജി ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതിങ്ങനെ ചെയ്യണത്. അതല്ല, അതാണ്. പക്ഷെ ഇങ്ങളെ നമ്മൾ ഡയറക്റ്റ് ഓൾറെഡി കാണുന്നുണ്ട് ഡെയിലി. മനസ്സിലായോ? ഏത് അതൊക്കെ നിങ്ങളെ വെറും തോന്നലുകൾ മാത്രം. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ട്രോമകളല്ല. അങ്ങനെ മറക്കാന്ന് പുറത്തു പോകുമ്പോ ഒരു 5 മിനിറ്റ് കൂടുമ്പോ വിളിച്ചോ. അതെ, അങ്ങനെ വിളിക്കരുത്, ആവശ്യത്തിന് വിളിക്കാം. ഞാൻ അങ്ങനെ ഒരു പോലീസുകാരനല്ലേ? അങ്ങനെയല്ല ചെയ്യല്. ഞാൻ പുറത്തു പോയാൽ അങ്ങനത്തെ ഒരു പോലീസുകാരനാണ്. അല്ല, അത് നമുക്ക് എന്താ വെച്ചാല് ഒന്നത് വണ്ടിമേ പോണല്ലേ. അപ്പൊ നമുക്കൊരു പേടിയാണ്. നമ്മള് സ്ഥലത്ത് എത്തി നിറഞ്ഞാൽ മതി, പിന്നെ വിളിക്കൂല. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ അവിടെ എത്തി നിറഞ്ഞാ പിന്നെ വിളിക്കൂല. പക്ഷെ അവിടെ എത്തോളം എത്തിയോ ഇല്ലേ അത് ഭാര്യ പോയാലും ആര് പോയാലും നമ്മള് ബന്ധപ്പെട്ടിരിക്കണ ആര് പോയാലും നമ്മള് വിളിക്കും. അതിന് ഭാര്യ പോകുമ്പോ നമ്മള് പ്രത്യേക ഒരു കയറ് നമ്മള് കൊടുക്കും. ഞാൻ പോകുമ്പോ അങ്ങനെ വിളിക്കലല്ലോ ഉണ്ട്. നമ്മളെന്താ വെച്ചാ
ചെക്കന്മാര് പോകുമ്പോ നമുക്കൊരു ഇതുണ്ട്. കാരണം ഞാൻ കോളേജിലെത്തി ഞാൻ ബാസിൽക്കാക്ക് വിളിക്കൂട്ടോ. അഥവാ ഇൻ കേസ് ഞാൻ വിളിച്ചില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ബാസിൽക്ക എന്റെ ടീച്ചർക്ക് വിളിക്കും. എന്നിട്ട് ടീച്ചർ പറയും എനിക്ക് അറിയുന്നതല്ല മോളെ എന്താ ഇവിടെ വന്നാൽ നേരത്തെ വിളിക്കണം എന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡ് ഈ വിളിച്ചിട്ട് ശേഷമല്ലേ മൂപ്പരുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും വിളിക്കണം ഇവിടെ എത്തിയാലേ കിട്ടും. ചില ദിവസം ഇവള് കറക്റ്റ് ടൈമിന് ഇറങ്ങും. അപ്പൊ അതിനാണ് ഞാൻ അവളോട് എന്ത് പറയല്, നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് കാര്യങ്ങൾ ചെയ്യണം. നമ്മളൊരു കോളേജിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? കോളേജിക്ക് ഇതുവരെ പ്രയർ ടൈമിൽ ചെന്നിട്ടില്ല. നേരത്തെ പ്രയറിന്റെ മുന്നേ ആണ് അവിടെ എത്തുണ്ടോ? പക്ഷെ ഇത്ര ദിവസത്തിന് നമ്മള് കുറച്ച് നേരത്തെ ഇറങ്ങി കഴിഞ്ഞാല് അർജന്റ് പിടിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഞങ്ങളോട് പറയും എപ്പോഴും ഒരു 10 മിനിറ്റ് നേരത്തെ ഇറങ്ങണം കേട്ടോ. നിങ്ങൾ ഡ്രസ്സ് മാറ്റാൻ ഒരുങ്ങാനും വെക്കുന്ന ടൈമിൽ ഒരു 10 മിനിറ്റ് ഒഴിവാക്കിയാൽ മതി. എന്നാൽ തന്നെ ഒരുപാട് ടൈം നിങ്ങൾക്ക് ലാഭിക്കാം. എന്നിട്ട് ഇവിടെ എന്താ കാട്ടരോ? കോളേജിൽ പോകാൻ മാറ്റില്ല. എന്നിട്ട് ഇവിടെ എന്ത് കാട്ടരോ അസറോ? ഓള് കോളേജിൽ എത്തിയിട്ട് നേരെ ബഗണീസം വിളിക്കാതെ കയറും. ഈ കേൾക്കേണ്ടത് വിളിക്കാതെ കയറും. അപ്പൊ നമുക്ക് ടെൻഷനാണ്. നമ്മള് ചിലപ്പോ സ്കൂളിലേക്കാരം നമ്മുടെ സ്കൂളിൽ എത്തി നമ്മൾ തന്നെ ക്ലാസ് കയറുന്ന ടൈം മുതലൊക്കെ കേൾക്കാരം. ആ കോൾ ഇങ്ങോട്ട് വന്നാൽ നമുക്കൊരു സമാധാനമാണ്. പിന്നെ ഇനിയിപ്പോ പ്രശ്നമില്ലല്ലോ, കോളേജിൽ എത്തിയല്ലോ. ഇത് വരാതെ നമുക്കൊരു ഇതാണ്. അല്ല, അത് നമുക്കൊരു ആദ്യമാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ വിളിക്കണത്. അപ്പൊ അവിടെ എത്തിന്ന് പറഞ്ഞാൽ ഓക്കെ, സേഫ് ആണ്. അപ്പം ശരിക്കും നമ്മള് ഫോണിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ ഇങ്ങനെ ചെവിയിൽ വെച്ച് ഇല്ല കഥ മുഴുവൻ ഫോണിൽ കൂടെ പറയണതല്ല. അതായത് പർപ്പസ്. ഞാൻ ഫോണിൽ കൂടെ തീരെ അധികം കാര്യം അല്ലാത്ത ഒന്നും സംസാരിക്കില്ല. അവളോട് അതല്ല, ഇതിപ്പോ നമ്മൾ ഡെയിലി വീട്ടിൽ നിന്ന് കാണുന്ന ആളുകള്, മനസ്സിലായോ? ആ ആളുകള് ഫോണിൽ കൂടെ ഇപ്പം നാട്ടുവർത്താനോ വീട്ടിലത്തെ കാര്യങ്ങളോ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനാണ് നമ്മൾ വീട്ടിലേക്ക് ചെല്ലണത്. അപ്പൊ സംസാരിക്കും. അപ്പോൾ ഫോണിൽ കൂടെ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ യൂസ് കുറയ്ക്കുക. ആ ഒരു വിളിക്കണ പർപ്പസ് എന്താണോ അത് സംസാരിക്കാൻ വെക്കുക. എനിക്കിഷ്ടം അതാണ്. നമ്മളൊരു പോളിസി അതാണ്. അപ്പം അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അല്ലാതെ ഇങ്ങനെ ഫോണിൽ കൂടെ കുറേ വിളിച്ചുകൊണ്ട് സമയം കഴിഞ്ഞാൽ ഒരർത്ഥമില്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടക്കാരും ഓരോ രീതിക്കാരും അത് അങ്ങനെ ഓരോ ഇതുപോലെ ചെയ്യാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ കല്യാണത്തിന്റെ ഫോൺ വിളിക്കാതിരിക്കണമെങ്കിൽ അടി ഉണ്ടാവണം. അടി ഉണ്ടായി എനിക്ക് സങ്കടം വന്നാൽ ഞാൻ പിന്നെ അപ്പാത്തൊക്കെ തിരിഞ്ഞു. അപ്പം അങ്ങനെയാണ് എൻ്റെ കാര്യം. അപ്പം നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഇതിലൊക്കെ പറഞ്ഞ മാതിരി നമ്മളെ അസറും ഹുദയും, ബഹുമാനപ്പെട്ട അസറുക്കയും ഹുദയും പുതിയൊരു ജീവിതം തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ കഴിഞ്ഞ വ്ളോഗിലും ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്. കാരണം ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ നമ്മളെ പണ്ട് മുതലേ കാണുന്ന ആളുകളുണ്ടാവും, ഇപ്പൊ കാണുന്ന ആളുകളുണ്ടാവും. ഇൻസ്റ്റാഗ്രാമില് എന്താണ് നിങ്ങളെ നിക്കാഹ് എന്താ അവിടെ ടിവിയില് പ്ലേ ആവുമ്പോ ഒരു ഉമ്മ ഇരുന്നിട്ട് ആമയും പറയുന്നത് ഒരു വല്യമ്മ ഇരുന്നാണ്ട് അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. ഓട്ടോമാറ്റിക്കലി നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് വരുന്ന ഒരു സാധനം. അപ്പൊ എന്താ വെച്ചാല് നമ്മളൊക്കെ വീഡിയോ ഇരുന്ന് കാണുന്നത് കുറെ വല്യമാരുണ്ട്, കുട്ടികളുണ്ട്, ഫാമിലി ആയിട്ട് ഉമ്മമാരുണ്ട്, അങ്ങനെയുള്ളതൊക്കെ നമ്മളിരുന്ന് കാണലുണ്ട്. അപ്പൊ ഒരിക്കലും നമ്മളോട് എന്തെങ്കിലും ഒരു ഇതില്ലോണ്ടാണല്ലോ ഇപ്പൊ ഇരുന്ന് കാണുന്നത്. അല്ലാത്തൊരു ഇത് കാണൂലല്ലോ, കാണും ചെയ്യരുത് കേട്ടോ. ഇപ്പൊ നമുക്ക് താല്പര്യമില്ലാത്ത ഒരാളെ വീഡിയോയോ അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളൊന്നും ആരും കാണരുത്. ഞാൻ കാണില്ല, അതേമാതിരി നിങ്ങളും കാണരുത്. താല്പര്യം ഇല്ലോലാണ് ഈ വന്ന് എന്ത് ചെയ്യുന്നത് കാണുന്നത്. അപ്പൊ അതില് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം കാണുന്ന ചിലവരുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ, കാരണം ഫുള്ള് ഇരുന്ന് കാണുന്നുണ്ടല്ലോ എന്തെങ്കിലും. അത് സ്വാഭാവികം. അത് ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ പറഞ്ഞു. അതായത് നമ്മൾ ചെയ്യണ പിന്നെ എല്ലാ കാര്യവും അതിപ്പോ നമ്മളൊരു നാടിന്റെയും അതേപോലെ നമ്മളൊരു പിന്നെ കൾച്ചറിന്റെയും ഒരു ഇതാണത്. നമ്മളിപ്പം നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ ഒരു 100 നല്ല കാര്യം ചെയ്ത് നോക്കി. ഒരു മനുഷ്യനെ പറ്റി ചിലപ്പോൾ പറയില്ല. പക്ഷെ നിങ്ങളെടുത്തുന്ന ഒരു മിസ്റ്റേക്ക് നോക്കി അത് എല്ലാവരും ചർച്ച ചെയ്യും, അതിനെ പറ്റി പറയും. അതങ്ങനെയാണ്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ നാട്ടിന്റെ ഒരു സിസ്റ്റം, ഒരു പോക്ക് അങ്ങനെയാണ്. പക്ഷെ ഞാൻ നാളെ പറഞ്ഞു, അത് വിദേശ രാജ്യത്തൊന്നും അങ്ങനെയല്ല. അവനാന്റെ പണി നോക്കി നടക്കുക. അപ്പുറത്തെ കരിയിൽ എന്താ കാട്ടിയത്, അല്ലെങ്കിൽ മറ്റവൻ എന്താ ചെയ്ത് ഇതാക്കിയത്, ഓളെന്താ പറഞ്ഞത്, ഇവനെന്താ പറഞ്ഞത്, അങ്ങനെ നോക്കണ പരിപാടിയൊന്നും അവിടെ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ഇതാണ്. അതിനിപ്പോ ഞാനും ഇങ്ങോട്ട് ഇനിയിപ്പോ എത്ര പറഞ്ഞിട്ടൊന്നുമില്ല, കാര്യമല്ല, ഒരു കാലത്തോ നിൽക്കാൻ പോകണമില്ല. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അതൊക്കെ അങ്ങനെ വിടുക. അപ്പൊ പിന്നെ നമ്മളെ അസറുവിന്റെയും പുതിയണ്ണിന്റെയും പുതിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്ന വീഡിയോ ആണ്. അപ്പം നമ്മൾ ആദ്യം പറയലുണ്ട്, നമ്മള് ഫസ്റ്റത്തെ വീഡിയോയില് നമ്മളെ പുതിയണ്ണിനെ പറ്റി റിവീൽ ചെയ്ത വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിനി. ഓളെ തൊള്ളയിൽ നിങ്ങളൊന്നും കേൾക്കൂല. അപൂർവം നമ്മൾ ചോദിക്കണ എന്തെങ്കിലും ഒരു മറുപടി നല്ലത്. അപ്പോൾ ഓളൊരു പാവാണ്. അപ്പം അതിനനുസരിച്ച് റിപ്ലൈകളെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ, വരുള്ളൂ. അല്ല വേറെ ഒന്നും അല്ല കേട്ടോ.
അപ്പൊ നമ്മളോട് ഡയറക്റ്റ് ആണല്ലോ സംസാരിക്കും കേട്ടോ ആള്. പക്ഷെ പാവായോണ്ട് മാത്രമൊന്നുമല്ല, അല്ല അങ്ങനെയല്ല, അത് ശീലല്ലല്ലോ, ശീലല്ലാത്ത കാര്യല്ലേ. ഇപ്പൊ ഫസ്റ്റ് ഈ വ്ളോഗ് തുടങ്ങിയാൽ നമ്മളെങ്ങനെയാ സാറോ, നമ്മളിപ്പോ ഇതിന് മുന്നിൽ നമുക്കിത് ഉണ്ട് തന്നെ അറിയാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ഫസ്റ്റ് നമ്മൾ ഈ വ്ളോഗ് അനുവാണ് എന്നെ കൊണ്ട് വ്ളോഗ് തുടങ്ങിപ്പിച്ചു, എന്നെ കൊണ്ടൊക്കെ. അപ്പൊ നമ്മളിത് തുടങ്ങണ സമയത്ത് നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ക്യാമറ ഓണാക്കുമ്പോ നമുക്ക് അങ്ങോട്ട് ശ്രദ്ധ പോകും, അത് ക്യാമറമ്മക്ക് നമുക്ക് ശ്രദ്ധ പോകും. അപ്പൊ നമ്മളുടെ ഒരു റിയൽ ക്യാരക്ടർ നമുക്ക് വരൂലേ ഇനി. പക്ഷെ അന്നൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒപ്പം നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്താണ് നമ്മക്ക് ഇപ്പൊ അവിടെ ക്യാമറ ഓണാക്കി വെച്ചിക്കണെങ്കിലും നമുക്കത് അതിമക്ക് നമ്മള് മൈൻഡേ പോവില്ല. നമ്മൾ പറയുന്ന കാര്യത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെയാണ് ഈ വിഷയത്തിൽ പറയുള്ളത്. ഇതേമാതിരി കേട്ടോ ഞാൻ പണ്ട് എനിക്കിങ്ങനെ കുറച്ചിങ്ങനെ സംസാരിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കോളേജിൽ നിന്ന് നമ്മൾ ഈ ക്യാമ്പസ് പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന സമയത്ത് ഈ ക്യാമ്പസ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ക്ലാസ്സുകളിലൊക്കെ കയറി ക്യാമ്പയിൻ ചെയ്യും. അപ്പം എന്നോട് ഇങ്ങനെ ചോദിക്കലുണ്ട് ഓരോരുത്തർ, എങ്ങനെയാണ് ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ അത് എങ്ങനെയാണ് ഇങ്ങനെ പറ്റുന്നതൊക്കെ ചോദിക്കലുണ്ട് ചില ആൾക്കാരെങ്കിലും. അപ്പം എങ്ങനെ വെച്ചാൽ നമ്മൾ ഈ ക്യാമ്പസ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് അതുവരെ ഇതൊന്നും ശീലമില്ലാത്ത ആളായിട്ട് തന്നെ. അപ്പം എങ്ങനെ ശീലമായതെന്ന് പറഞ്ഞുതരാം. ക്യാമ്പസ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ക്ലാസ്സുകളിലൊക്കെ കയറിയാണ്ട് ഈ പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കണമൊക്കെ നമ്മൾ ക്യാമ്പയിൻ ചെയ്യണം. പുതിയ കുട്ടികൾ വരുമ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോഴൊക്കെ നമ്മൾ സകല ക്ലാസ്സിലും കയറി ഊണും ഉറക്കമല്ലാതെ നമ്മൾ നിൽക്കണതിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒച്ചയിട്ട് നടക്കുക കാരണം. അപ്പോൾ ഈ ഓരോ ക്ലാസ്സിലും നിന്ന് നമ്മൾ പ്രസംഗിക്കും, 1/2 മണിക്കൂറും 20 മിനിറ്റ് 25 മിനിറ്റൊക്കെ നിന്ന് പ്രസംഗിക്കും. അപ്പം ആ ഒരു സാധനം നമുക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറേ വായിക്കും പഠിക്കുകയൊക്കെ വേണ്ട. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള അറിവുണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ഫസ്റ്റ് ഇത് ശീലിപ്പിക്കുക, അതായത് ഇന്നെ തന്നെ ഞാൻ ശീലിപ്പിച്ചെടുത്താണ് നമ്മൾ കണ്ണാടിൻ്റെ മുന്നിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സംസാരിക്കുക പ്രസംഗിക്കുക. അതായത് ആ കണ്ണാടിയിൽ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ കണ്ണാടിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ പ്രസംഗിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് വരും. എല്ലാവർക്കും അങ്ങനെ കഴിയുമെന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ എന്താ പറയണത്, ഒരു കോൺഫിഡൻസ് വരും. അങ്ങനെ നമുക്ക് ഇത് എന്ത് ചെയ്യും, ഒരു ഓട്ടോമാറ്റിക് സാധനമായിട്ട് മാറും. ഇപ്പോൾ ഇതാക്കണേ അൽഹംദുലില്ലാഹ് എനിക്ക് ഒരു വേദിയിൽ ഇപ്പം നമ്മൾ സംസാരിക്കേണ്ട ഒരു വേദിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിവുള്ളതാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമില്ല നമുക്ക് പറയാൻ നമുക്ക് കഴിയും. അപ്പോൾ അത് അങ്ങനെ ശീലിപ്പിച്ചെടുത്താണ്. അതേപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ശീലമാണ് നമ്മളെ ഇതിലേക്കൊക്കെ എന്ത് ചെയ്യണത്, ഇത് എത്രത്തോളം നമുക്ക് അതിനോട് ചെയ്യാൻ കഴിയൂല എന്നൊക്കെ നമ്മൾ ഇതാക്കണം. അപ്പോൾ ശീലമില്ലാത്ത കാര്യം ആയതുകൊണ്ടാണ് ആള് ഇതാവാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ എന്താ ഇപ്പോൾ ഇന്നലത്തെ മിഞ്ഞാത്ത വ്ളോഗിലൊക്കെ എടി നമ്മളൊരു വ്ളോഗ് ഇട്ടില്ല അർശിനെ കൊണ്ടുവരുമ്പോൾ അതിലുണ്ട് ആരൊക്കെയാ പറയണേ, നിശ്വ പണ്ട് ഫേക്ക് ആയിരുന്നു, കാരണം അന്നിച്ച് മുണ്ടില്ലല്ലോ, ഇപ്പോഴാണ് യഥാർത്ഥ സ്വഭാവം സംസാരിക്കുന്ന ആളാണ് എന്റെ കംഫർട്ട് സോൺ. അത് ഞാൻ ആദ്യത്തെ ഇതിലൊക്കെ ഞാൻ തന്നെ പറഞ്ഞിരിക്കണേ, കാരണം ഓളെ അടുത്തറിയണ അല്ലെങ്കിൽ ഓളെ അടുത്തറിയണ ആരും പറയില്ല ഞാൻ സംസാരിക്കും, അതിലാണ് സംസാരിക്കും. പക്ഷെ വീഡിയോയിൽ സംസാരിക്കില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഇതിങ്ങനെ കണ്ട് നമ്മളെ കൂട്ടത്തിൽ കൂടെ ഇങ്ങനെ ഇതിങ്ങനെ കണ്ട് അതൊരു മൈൻഡ് ചെയ്യാത്ത ഇതിലേക്ക് പോയി. ഞാൻ സംസാരിക്കൂ. അപ്പൊ ഓളിപ്പോ അതിനോട് പൊരുത്തപ്പെട്ടാണ്ട് അങ്ങനെ പോണ ഒരാളാണ് അല്ലേ അതോ? അപ്പൊ ഇനി എങ്ങനെയൊക്കെ ഭാവി എന്താ റിട്ടേൺ എന്നാ പോവാ? ജോർജിയ ഒരുമിച്ച് പോകും. അപ്പൊ അസറു ഹുദ്ദീൻ ഒരുമിച്ച് പോകും. പ്രശ്നം എന്താ വെച്ചാൽ എനിക്കും വിൻഡോ സീറ്റ് വേണം, എനിക്കും വിൻഡോ സീറ്റ് വേണം, ഓക്കും വിൻഡോ സീറ്റ് വേണം. വിൻഡോ സീറ്റിന്റെ ആളാ? അതെ. ഒരുമിച്ച് സീറ്റ് എടുക്കാൻ ഒരാള് ആ വിൻഡോ സീറ്റ് ഒരാൾ ഈ വിൻഡോ സീറ്റ് എടുത്തോളി. ഒരുമിച്ച് എടുക്കാൻ പറ്റൂലോ, നടക്കോ? ഒരുമിച്ച് വിൻഡോ സീറ്റ് എടുക്കാൻ പറ്റൂല, ഒരുമിച്ച് ഇരിക്കണ്ടല്ലോ. ഞാൻ അപ്പുറത്ത് ഇരിക്കാം. എന്നാലും കുഴപ്പമില്ല, ഒപ്പിരുന്നാ മതി. എങ്ങനെ എനിക്ക് ലേവർ ഉണ്ടല്ലോ, ലേവർ ഉണ്ടാവും, കണക്ഷൻ അല്ലേ വരിക. അപ്പൊ ഒരു കണക്ഷൻ അസർ വിൻഡോ സീറ്റ് എടുക്കുക, ഒക്കെ നമ്മള് പരിഹാരം പറഞ്ഞു തരും. ഒരു കണക്ഷന് കണക്ഷൻ എടുക്കുക, അല്ല വിൻഡോ സീറ്റ് എടുക്കുക, അങ്ങനെ പോവാ. എപ്പോഴും എനിക്ക് വിൻഡോ സീറ്റ് തരും. കുത്തി ചോദിച്ചു വാങ്ങും, അല്ലാതെ തരുന്ന ഓപ്ഷൻ അല്ലല്ലോ. പക്ഷെ എനക്ക് ഏറ്റവും ലാഭം ഈ തലക്കത്തെ സീറ്റിൽ ഇരിക്കണം. കാരണം ഫുഡ് വരുമ്പോ വേഗം വാങ്ങിയാണ്ട് വലിച്ചോണ്ട് തിന്നും പോവാലോ. ഇതിനൊക്കെ നമ്മള് പ്രതികാരം ചെയ്യും എപ്പോ. അപ്പൊ സുഹൃത്തുക്കളെ, ഹുദ നിന്നോടൊരു കാര്യം പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞു വെച്ചാല്, ഓള് ഇതുവരെ കണ്ടതൊക്കെ അസ്ദറു നിശ്വ ഒക്കെ കുക്ക് ചെയ്യണതും നമ്മളൊക്കെ ഇങ്ങനെ നമ്മളെ കുക്കിംഗ് വീഡിയോസ് നമ്മൾ ഇടക്ക് ഇടലുണ്ടല്ലോ. അസറോട് ഫ്രീ നമ്മളാണ് ഇടല് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഇടല്. അപ്പൊ ഹുദ നിന്നോട് സജഷൻ പറഞ്ഞിരിക്കണേ, എന്താ പറഞ്ഞത് അസറോ? ബാസിൽ കുക്ക് ചെയ്യണത് ഇതുവരെ ആരും കണ്ടിട്ടില്ല. അപ്പൊ ബാസിലിനോട് എന്ത് ചെയ്തു,
ബാസിലിക്ക നിങ്ങളൊന്ന് കുക്ക് ചെയ്ത് കണ്ട് കാണാൻ ഒരു ആഗ്രഹം ഉണ്ട്. എനിക്കും നെശോക്കും ചിലപ്പോ ഉമ്മൂനും അതൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും കേട്ടോ, പറയാതിരിക്കുക. കാരണം വളരെയധികം. അപ്പൊ എല്ലാരും സർപ്രൈസ് ചെയ്തുകൊണ്ട് ബാസിൽ ഈ ഒരു 2-3 ദിവസത്തിനുള്ളില് കുക്കിംഗ് പക്ഷെ എനിക്ക് ഒരു ഇതിൽ ചെയ്ത് തരും പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു പേപ്പറിലെല്ലാം എഴുതി കൊടുക്കും. ഞാൻ ചെയ്യും അത്ര എഴുതി തന്നതിന് ശേഷം ഞാൻ മുണ്ടൂല. ഇനി മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ മുണ്ടൂല. നിങ്ങൾ ആരും ഉണ്ടണ്ട. ഞാൻ എല്ലാം സൂപ്പർ 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 പറഞ്ഞു വിടും. അങ്ങനത്തെ പേടൊന്നും എനിക്കില്ല. അതൊക്കെ ഉണ്ടാക്കും. ഉപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ 2 ടീസ്പൂൺ നല്ല ചെയ്തട്ടോ, പാകത്തിന് നെയ്ത. അളവൊന്നും നെയ്തൂല. അതൊക്കെ പാകത്തിന് ഇടാ. എരു പാകത്തിന്, അരി പാകത്തിന്. ഞാൻ അരി എന്താ ബാസിൽ 1 2 3 4 5 5 ഗ്ലാസ് ആണ്. 5 ഗ്ലാസ് അരി. അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കുക്ക് ചെയ്തില്ല എല്ലാവരും പറയാലോ. പക്ഷെ നമ്മളെ ഹുദ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെന്ത് ചെയ്യും, ഉണ്ടാക്കും. അതെന്തായാലും നമ്മൾ ചെയ്യും. അപ്പൊ ടഫ് ഡിഷാണ് തരാൻ. ഓവർ ടഫ് ആക്കരുത് കേട്ടോ, അപ്പൊ സാധനം കേടരും. കുക്കർ ചോറ്. ഇത് നേരത്തെ വേറെ എന്തോ ചോറ് പറഞ്ഞല്ലോ, കുക്കർ ഇറച്ചി ചോറ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയോ? ഞാൻ പ്ലാൻ ചെയ്യട്ടെ, ഞാൻ 4 ആയിക്കോട്ടെ. ആണോ? ചിലപ്പോ ഇറ്റാലിയൻ പാസ്ത ഒക്കെ തരും. പാസ്ത ഒക്കെ കൊടുത്താൽ കഞ്ഞിയാവുകയാണ്. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് അത് നോക്കുമ്പോ ആലോചിച്ചാണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. അപ്പൊ സുഹൃത്തുക്കളെ, പിന്നെ നമ്മളെ അസറു കല്യാണ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. നമ്മളെ പുതിയണ്ണിന്റെ അഭിപ്രായം പുതിയണ്ണും പറഞ്ഞു. അപ്പോൾ കൂടുതലായിട്ട് നമ്മളൊന്നും ഈ വിഷയത്തിൽ സംസാരിക്കണില്ല. നമുക്ക് വീണ്ടും ഈ വ്ളോഗിന് ശേഷം നമുക്കൊരു വ്ളോഗ് വരും. അതെന്താ വെച്ചാൽ നമ്മൾ അസറുവിൻ്റെ പുതിയ വീട് നമ്മൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ട പോലെ അല്ലേ ഇനി, കാരണം നിങ്ങളിപ്പോൾ ലാസ്റ്റ് വ്ളോഗിൽ വീട് കണ്ട പോലെയല്ല. 2 ദിവസം കൊണ്ട് വീടിനൊന്നും മാറ്റം എന്ന് പറഞ്ഞാൽ അത്രയും മാറ്റങ്ങളാണ്. എൻ്റെ ഡിഫറെൻ്റ് മാറ്റങ്ങളാണ്. അത്രയും മാറ്റങ്ങൾ നമ്മളെ വീടിന് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ആ വ്ളോഗ് ഫുൾ ഇരുന്ന് കണ്ടോളി. അതിൽ നിങ്ങൾക്ക് മിസ്സാക്കണ്ട. നമ്മുടെ വീടിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മളതിൽ പറയുന്നുണ്ട്. അതേപോലെ അതിന് ശേഷം നമ്മൾ ആ വ്ളോഗിൽ തന്നെ നമ്മൾ വീട്ടിലേക്ക് സാധനം എടുക്കാൻ പോയത് നമ്മൾ പറഞ്ഞു. നമുക്ക് മൈജിയിൽ നല്ലത് കിട്ടിയപ്പം, പിന്നെ നമ്മൾ ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ മൈജിന്നാണ് വീട്ടിലേക്ക് ഫുൾ സാധനങ്ങൾ എടുത്തത്. അപ്പം നമ്മളെ ഹുദൈനും നശ്വനും ഇവരൊക്കെ കൊണ്ട് ചെക്കന്മാരെല്ലാവരും 45 ലക്ഷം റുപ്യന്റെ TV ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വ്ളോഗ് എന്തായാലും മിസ് കാണാം. അപ്പോൾ അത് പോയി കണ്ടോളി. അതിൽ നമ്മളതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിക്കണേ. അപ്പോൾ ഇത് ശേഷം വരുന്ന വ്ളോഗ് നിങ്ങൾ നിർബന്ധമായിട്ട് എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ ഇനി ഒരു പുതിയൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ 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 പറയ്. ബൈ വരെ എല്ലാവരും. ബൈ 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 ബൈ. ബൈ ബൈ. ബൈ ബൈ.